വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചിയിൽ കാക്കനാട് കളക്ട്രേറ്റ് സിഗ്നൽ ജംഗ്ഷനിൽ വൻ അപകടം. മെട്രോ നിർമ്മാണ ആവശ്യങ്ങൾക്കായി എത്തിച്ച ഉയരം കൂടിയ വാഹനം കേബിളിൽ കുരുങ്ങി പോസ്റ്റുകൾ പിഴുതു വീണു. ഇലക്ട്രിക് കേബിളിൽ കുരുങ്ങിയിട്ടും വാഹനം നിർത്താതെ മുന്നോട്ട് പോയതാണ് അപകടത്തിന് കാരണമായത്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, നിലവിൽ എന്താണ് സാഹചര്യം? എപ്പോഴാണ് അപകടമുണ്ടായത്? വിഷ്ണു, ഇന്ന് രാത്രി ഒരു 9 മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്ന് വളരെ വ്യക്തമാണ്. അതായത് മെട്രോ നിർമ്മാണ ആവശ്യങ്ങൾക്കായി എത്തിച്ച ഉയരം കൂടിയ വാഹനം കേബിളിൽ കുരുങ്ങി രണ്ട് പോസ്റ്റുകൾ പിഴുതു വീഴുകയായിരുന്നു. ഈ വാഹനം ഇലക്ട്രിക് കേബിളിൽ കുരുങ്ങിയിട്ടും നിർത്തിയിടാൻ തയ്യാറാകാതെ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത്. കേബിൾ ഈ വാഹനത്തിൽ വലിഞ്ഞ് മുറുകിയതോടെ സീപോർട്ട് എയർപോർട്ട് റോഡിലെ 2 സിഗ്നൽ പോസ്റ്റുകൾ വേരോടെ തന്നെ പിഴുതെറിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു. മാരുതി കാറിന് മുകളിലേക്കാണ് ഈ പോസ്റ്റ് വീണത്. നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നു പോകുന്ന തിരക്കേറിയ ഒരു സമയത്ത്, അതായത് രാത്രി 9 മണി സമയം ആകുന്നതേ ഉള്ളായിരുന്നു. നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. വലിയ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു മാരുതി കാറിന് മുകളിലേക്ക് ഈ വാഹനം മറിഞ്ഞു വീഴുകയായിരുന്നു. ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചത്. അത് ഈ മെട്രോ നിർമ്മാണത്തിലെ KMRL അനാസ്ഥ മൂലം സംഭവിച്ചതാണ് എന്ന് വേണം കരുതാൻ. നേരത്തെയും ഇത്തരത്തിൽ മണ്ണ് എടുത്തത് കൊണ്ടുണ്ടായ വലിയ ഒരു വെള്ളക്കെട്ട് ഇന്ന് അവിടെ തൃക്കാക്കര ഭാഗത്ത് രൂപപ്പെട്ടിരുന്നു. മെട്രോ നിർമ്മാണത്തിനായി മണ്ണെടുത്തത് മൂലമുണ്ടായ വലിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള അനാസ്ഥ ഈ മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KMRL ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട്. എന്തായാലും തൃക്കാക്കര പോലീസ് പിന്നീട് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നെ ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തി സിഗ്നലിലേക്കുള്ള വൈദ്യുത ബന്ധമെല്ലാം വിച്ഛേദിക്കുകയും അപകട സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തു. അതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും വാഹനം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി, ബീന റാണിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.